ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് കുട്ടികൾക്ക് നല്ലോണം ഇഷ്ടപ്പെടുന്ന സ്വീറ്റ് കോൺ വെച്ചിട്ട് നല്ലൊരു സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നോക്കാം. ഇതുപോലത്തെ ഒരു 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിത് ഓരോന്നും ഇതിമെന്ന് വേർപ്പെടുത്തിയിട്ട് എടുക്കാം. സ്വീറ്റ് കോൺ എല്ലാം അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നമ്മളിത് കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേവാൻ ആവശ്യത്തിനുള്ള ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിന്. അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് 2 വിസിൽ വിളിച്ച് ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തു നോക്കാം. എന്നിട്ടൊന്ന് ഒരെണ്ണം എടുത്തിട്ടൊക്കെ ഒന്ന് കഴിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടോയെന്ന് നമുക്ക്. സ്വീറ്റ് കോൺ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റീൽ പാനാണ് എടുത്തിട്ടുള്ളത്. നല്ലോണം അടി കട്ടിയുള്ള ഒരു പാനാണ് കേട്ടോ. അപ്പോൾ അതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇതുപോലത്തെ പാൻ ഇല്ലെങ്കിൽ നിങ്ങൾ നോൺ സ്റ്റിക്ക് തന്നെ എടുത്താൽ മതി. അല്ലെങ്കിൽ ഇത് ബട്ടറൊക്കെ അങ്ങ് കരിഞ്ഞു പോവുള്ളൂ. ഇനി ഇതിലേക്കൊരു 10 വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ ബട്ടറിൽ ഈ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആട്ടോ. ഇവിടെ കിച്ചൺ മൊത്തം നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുക്കുക. വെളുത്തുള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു മീഡിയം സൈസ് സവാള നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് അതുകൂടെ ചേർത്ത് കൊടുക്കുക. ഇതിലും ചെറുതാക്കി അരിയാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കണം നല്ലത്. എന്നിട്ട് ഇതുകൂടെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. സവാള വഴന്ന് വന്നതിന് ശേഷം അതിലേക്കൊരു ഏകദേശം ഒരു 1/2 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് എരിവുള്ളതുകൊണ്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തല്ലേ. പിന്നെ എരിവ് കൂട്ടിയാൽ കുട്ടികളൊന്നും കഴിക്കില്ല. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കുക. ഇപ്പോൾ സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിരിക്കണം. ഇനി നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സ്വീറ്റ് കോൺ കൂടെ ചേർത്ത് കൊടുക്കുക. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇത് പുറത്തുനിന്ന് കഴിക്കുകയാണെങ്കിൽ സ്വീറ്റ് കോണിൽ ചില്ലി സോസും ഒക്കെ ചേർത്തിട്ടല്ലേ ഉണ്ടാക്കുക. അപ്പം ഞാനിപ്പോൾ അത് കയ്യിലില്ല, അതുകൊണ്ട് ചേർക്കുന്നില്ല. ഞാൻ ഒരു 3 ഉണക്കമുളക് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ട് അതും പിന്നെ ഒരു തക്കാളിയും കൂടിയിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുത്തിക്കാണ്, വെള്ളം ചേർക്കാതെ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. നേരത്തെ നമ്മൾ സ്വീറ്റ് കോൺ വേവിക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ചീസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലും ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതൊക്കെ നോക്കിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അത് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു പാക്കറ്റിനുള്ളിൽ 4 സ്ലൈസ് ചീസാണ് ഉള്ളത്. ഈ 4 ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ കൂടുതലുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ. ഇത് ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ചെയ്ത് വരുന്ന ആ ഒരു ടൈം മതി. അപ്പോൾ അത് 5 മിനിറ്റ് കഴിഞ്ഞ് ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിനായിട്ട് വേറെ വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പുറത്തുനിന്ന് കിട്ടണമെങ്കിലൊന്നും അതിൻ്റെ ഒരു ഫ്ലേവർ ഇല്ല. അപ്പോൾ കുറച്ചുകൂടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് ഇനി മിക്സാക്കി കൊടുക്കുക.
ഈ ഒരു സമയത്ത് നിങ്ങളെ കയ്യിൽ സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ അതൊന്ന് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. അത് എപ്പോഴും നമ്മളെ വീട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ലാസ്റ്റ് ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുകൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ സ്വീറ്റ് കോൺ ഇവിടെ റെഡിയായി. സ്പൈസി സ്വീറ്റ് കോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. എന്താ വെച്ചാൽ അവർക്ക് ഈ ചീസൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയാൽ ഇങ്ങനത്തെ ഒക്കെ വാങ്ങിച്ച് കഴിക്കുക. അപ്പോൾ അവർ വേഗം കഴിക്കുമല്ലോ. അതേപോലെ തന്നെ നമ്മൾ വീട്ടിലും ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറേ അളവിൽ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനും കഴിയും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.